IPCയിൽ വന്നവർക്ക് അടിവിലിൽ കുടുങ്ങിയ പെരിച്ചാഴിയുടെ അവസ്ഥ. പാസ്റ്റർ കെ വി തോമസിന്റെ വെളിപ്പെടുത്തൽ. നമസ്കാരം. കഴിഞ്ഞ 42 വർഷക്കാലമായി IPC അഥവാ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ശുശ്രൂഷകനായും പാസ്റ്ററായും പ്രവർത്തിച്ചു വരുന്ന പാസ്റ്റർ കെ വി തോമസ് ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. യാക്കോബായ സുറിയാനി സഭയിൽ നിന്നും കുടുംബസമേതം രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി IPCയിൽ പെട്ടുപോയ അദ്ദേഹം കഴിഞ്ഞ 42 വർഷക്കാലത്തെ തൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ഇന്നിവിടെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ IPC ഇന്ന് തീവട്ടിക്കൊള്ളക്കാരന്മാരുടെ ഒരു കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദ്രവ്യാഗ്രഹികളായ ഒരു കൂട്ടം വചനക്കൊള്ളക്കാർ, ആത്മീയ കുറുവാസംഘങ്ങൾ, അവരുടെ ദൈവം വയറ് എന്ന് ഇവരെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് എന്ന് നമുക്ക് പാസ്റ്റർ കെ വി തോമസിന്റെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും. അടിവിലിൽ വീണ പെരിച്ചാഴികളെ പോലെ അനേകായിരം ഇന്ന് മറ്റൊരു പോക്കടവുമില്ലാതെ ഈ പ്രസ്ഥാനത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് പറയുവാനുള്ളത് ഒരു എപ്പിസോഡിൽ തീരില്ല എന്നതുകൊണ്ട് 4 എപ്പിസോഡുകളായി അദ്ദേഹം നമ്മോട് അനുഭവങ്ങൾ വിശദമായി പങ്കുവയ്ക്കും. പാസ്റ്റർ കെ വി തോമസ് നിലവിൽ IPC നോർത്ത് പറവൂർ സഭയിലെ ശുശ്രൂഷകനും പാസ്റ്ററുമാണ്. അദ്ദേഹത്തെ നമുക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം. എൻ്റെ ആദ്യ ചോദ്യം ഇതാണ്. പാസ്റ്റർ കെ വി തോമസ്, താങ്കൾ യാക്കോബായ സുറിയാനി സഭയിൽ നിന്നാണ് IPCയിലേക്ക് എത്തുന്നത്. എന്ത് ഘടകമാണ് താങ്കളെ ആ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചത്? എങ്ങനെയാണ് ആ വിശ്വാസത്തിൽ എത്തുന്നത്? എനിക്ക് ചെറുപ്പം മുതൽ ഈ ബൈബിൾ വചനങ്ങളോട് വളരെ താല്പര്യമുണ്ടായിരുന്നു. സുവിശേഷ മീറ്റിങ്ങുകളിൽ ഞാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തന്നെയല്ല, ഒരു 30 വയസ്സോടായപ്പോഴത്തേക്ക് അല്പം മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന വചനമൊക്കെ കേട്ടപ്പോൾ അതിൽ നല്ലൊരു മോചനം ലഭിക്കുകയും പൂർണ്ണമായി ഒരു ദൈവമകനായി ജീവിക്കാൻ സാധിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സ്നാനപ്പെട്ട് ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി തീർന്നു. ഞാനും പോന്നു, എൻ്റെ ഭാര്യ 4 പിള്ളേരും പോന്നു. അങ്ങനെയാണ് ആ വിശ്വാസത്തിൽ ഇന്ന് വരെ കഴിയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് സുവിശേഷ വേലയോട് താല്പര്യമുണ്ടാവുകയും ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ IPC നിയമാനുസരണമുള്ള ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അതിൻ്റെ പാസ്റ്ററാകുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പെരുമ്പാവൂർ പട്ടണത്തിലാണ് കർത്താവിൻ്റെ വേല ചെയ്ത്, അവിടെ ഒരു സഭയുണ്ട്. വീണ്ടും വൈപ്പിൻ്റെ ഞാറക്കൽ ചെയ്തു, അവിടെ ഒരു സഭയുണ്ട്. പിന്നെ തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞാൽ IP സഭയുടെ ശുശ്രൂഷനായി. വീണ്ടും മണിയുടെ സഭയുടെ ശുശ്രൂഷനായതിനു ശേഷമാണ് ഞാൻ പറവൂർക്ക് വന്നത്. പറവൂർ വന്നപ്പോൾ ഇപ്പോൾ ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 38 വർഷത്തോളമായി അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 42 വർഷത്തെ പാസ്റ്ററുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യാക്കോബായ സഭയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു, അബദ്ധമായി പോയി വന്നത് എന്ന് എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആദ്യകാലങ്ങളിൽ അങ്ങനെ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ എനിക്കെന്തോ ഒരു വലിയ മണ്ടത്തരം പറ്റിയതുപോലെ, ഒരു വിഡ്ഢിത്തരം പറ്റിയതുപോലെ തോന്നുന്നു. കാരണം ദൈവവചനം ശരിയായ നിലയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴും ആത്മീയകോളത്തിൽ നേതൃത്വസ്ഥാനങ്ങൾ കാണിക്കുന്ന വഞ്ചനാപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ ഇതിൽ നല്ലത് എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന സഭയിൽ വളർന്നു പോകുന്ന മതിയായിരുന്നെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. വലിയ വിശുദ്ധിയും വേർപാടും ഒക്കെ പറഞ്ഞു നടക്കുന്ന IPC സഭയിൽ വന്നത് വലിയ അബദ്ധമായി പോയി എന്ന് 42 വർഷങ്ങൾക്കിപ്പുറവും പാസ്റ്റർക്ക് തോന്നുവാൻ തക്ക എന്ത് പ്രശ്നങ്ങളാണ് IPC സഭയിൽ ഉള്ളത്? അതായത് ഈ വിശുദ്ധിയും വേർപാടും വീണ്ടും ജന്മം മാനസാന്തരവും പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിലോ സംസാരത്തിലോ ഒന്നും കാണാനില്ല. അതെൻ്റെ ജീവിത അനുഭവമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. IPCയുടെ ജനറൽ കൗൺസിൽ മീറ്റിംഗ്, IPCയുടെ ജനറൽ കൗൺസിൽ മീറ്റിങ്ങിൽ പ്രതിപുരുഷന്മാരും ദൈവദാസന്മാരും സംബന്ധിക്കുന്നത്. ആ പ്രതിപുരുഷന്മാർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരും അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാ സംസാരിച്ചവരും ആയിരിക്കണം. 5 കൊല്ലത്തിൽ കുറയാതെ സഭയിൽ ആരാധന മുടങ്ങാതെ സംബന്ധിക്കുന്നവരും ആയിരിക്കണം. എല്ലാ ഞായറാഴ്ചയും കർത്തൃമേൽ സംബന്ധിക്കുന്നവർ. അപ്പോൾ അവർ യോഗ്യത നോക്കി: 1 മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ വന്നവർ, 2 എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ കർത്തൃമേൽ സംബന്ധിക്കുന്നവർ, 3 അവരെ പരിശുദ്ധാത്മാവിഷയം അന്യഭാഷ അടയാളത്തെ പ്രാപിച്ചവർ. അങ്ങനെയുള്ള പ്രതിപുരുഷന്മാരുടെ ആ ദൈവദാസന്മാരെ 1000 പേര് ഉൾപ്പെടുന്ന ഒരു സംഘമാണ് കുമ്പനാട്ട് നിന്നുകൊണ്ട് ഒരു പാസ്റ്ററെ പെരുങ്കള്ള എന്ന് വിളിക്കുന്നത്. നോക്കണം.
അപ്പം അത്രയും മാനസാന്തരപ്പെട്ട യാതൊരു കറയില്ലാതെ പെന്തക്കോസ് വിശ്വാസം. അപ്പം അവർ മാനസാന്തരപ്പെട്ടവരാണ്, അവർ സ്നാനപ്പെട്ടവരാണ്, എല്ലാ ഞായറാഴ്ചയും സഭയിൽ പോകുന്നവരാണ്, കർത്തൃമേശ എടുക്കുന്നവരാണ്, ആത്മാഭിഷേകം പ്രാപിച്ചവരാണ്. അവർ പറയുന്നു ആ ഒരു പാസ്റ്ററെ കള്ള, സണ്ണി കുരിയ കള്ള, പെരുങ്കള്ള എന്ന് വിളിക്കുന്നു. അത് തന്നെയല്ല, കൈക്കൂലി കള്ളന്മാരാണ് ഇവരെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അവരുടെ വാക്ക് തന്നെ ഒരു തെളിവാണല്ലോ എനിക്ക് അബദ്ധം പറ്റിയെന്നുള്ളത്. സീനിയർ പാസ്റ്റർമാരെ കള്ള, കൈക്കൂലിക്കാര എന്ന് വിശ്വാസികൾ പരസ്യമായി വിളിക്കുന്നുവെന്ന് താങ്കൾ പറയുന്നു. കക്കാനും മോട്ടിക്കാനും കൈക്കൂലി മേടിക്കാനും ഒക്കെയുള്ള എന്ത് അവസരങ്ങളാണ് ഈ IPC സഭയിൽ ഉള്ളത്? കക്കാനെന്ന് പറഞ്ഞാൽ ഇപ്പം വിദേശ രാജ്യങ്ങളിലെ നല്ല സഭകളുണ്ട് IPCക്ക്. കേരളത്തിലും പല സഭകളുണ്ട്. ആ സഭകളിലൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ പ്രതിമാസം ലക്ഷങ്ങളിൽ മേലെ വരുമാനമുണ്ട്. അപ്പോൾ പുറരാജ്യങ്ങളുടെ സഭകളിലൊക്കെ ലക്ഷങ്ങളിൽ മേലെ വരുമാനമുണ്ട്. ആ സഭകളിലേക്ക് ഒരു നിയമനം ലഭിക്കണമെങ്കിൽ ഇവർക്ക് അതിൻ്റെ നല്ലൊരു എമൗണ്ട് ഇവർക്ക് ചെല്ലണം. അപ്പോൾ അമേരിക്കയിലുള്ള സഭയിലേക്ക്, ഗൾഫിലുള്ള സഭയിലേക്കൊക്കെ പാസ്റ്റർമാരെ നിയമിക്കണമെങ്കിൽ ചുരുക്കി പറയാൻ ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചിട്ട് നിയമന ഓർഡർ ഇവർ കൊടുക്കുകയുള്ളൂ. IPC തന്നെ കേരളത്തിലുള്ള വലിയ വലിയ സഭകളിലേക്ക് പോകുന്നെങ്കിൽ നല്ലൊരു എമൗണ്ട് ഇവർക്ക് കിട്ടിയിരിക്കണം. അത് തന്നെയല്ല, ഇവർക്ക് ചില പാസ്റ്റർമാരുണ്ട്, അവരെ അങ്ങോട്ട് നിയമിക്കുകയുള്ളൂ. വലിയ സഭയാണല്ലോ, ദൈവം നന്നായി പ്രസംഗിക്കുന്ന പാസ്റ്ററാണോ എന്നുള്ളതല്ല. അപ്പം അവർ നമ്മുടെ ഗവൺമെൻറ്റിലെ പിൻവാതിൽ നിയമനം പോലെ അവർക്ക് വേണ്ടി ചില ആൾക്കാരെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു എന്ന് റെക്കോർഡ് വരുത്തി പഠിക്കാതെ അവരെ കയ്യിലാക്കി വെച്ചിട്ടുണ്ട്. അവരെയാണ് ഈ സഭകളിലേക്കൊക്കെ നിയമിക്കുകയുള്ളൂ. സഭയിൽ ചെല്ലുമ്പോൾ അവർ ധരിക്കുന്നത് ഞങ്ങളുടെ സഭ വലിയ സഭയാണ്, ഇത്രയും വരുമാന സഭയുള്ള കാരണം നല്ല പാസ്റ്ററാണല്ലോ ഇനി വിട്ടിരിക്കുന്നതെന്ന് ഈ പാവം വിശ്വാസികൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാ, ഇവർക്കും കൂടി അതിൻ്റെ ഷെയർ കിട്ടുന്ന പാസ്റ്റർമാരാണ് അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, വിടുന്നത്. അപ്പം അവൻ കാണിക്കുന്ന ആ എല്ലാ ചാബല്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെതാണെന്നുള്ള ധാരണയിൽ ആ വിശ്വാസത്തിൽ അംഗീകരിച്ച് സ്തോത്രം ചെയ്തു പോകും. അപ്പോൾ പാസ്റ്ററെ, ഇത് ദൈവസഭയോ തട്ടിപ്പ് സഭയോ അതോ തരികിട സഭയോ? അപ്പം ഇതിന് എന്ത് പേര് കൊടുക്കണമെന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്രകാരം കൈക്കൂലിയും കള്ളക്കമ്മട്ടുമായി നടക്കുന്നവരാണോ വിശുദ്ധിയും വേർപാടുമൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ഈ കൊള്ളക്കാർക്കും അന്യഭാഷാപരമുണ്ടോ? ഇവര് തന്നെ പറഞ്ഞ കൈക്കൂലി കള്ളന്മാർ എന്ന് പറഞ്ഞത് മനസ്സിലാക്കണം. ഈ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് 5 വർഷത്തിൽ മേലെ ആരാധനയെ സംബന്ധിക്കുന്ന IPCയുടെ ഒറിജിനൽ വിശ്വാസിയായ പ്രതിപുരുഷന്മാരും പാസ്റ്റർമാരുമാണെന്ന് പറഞ്ഞ കൈക്കൂലി കള്ളന്മാർ ഇറക്കാട്ടി കിടക്കല്ലേ. ഇത് പറയാത്തതിനെ പ്രതിപുരുഷനായിട്ട് തിരഞ്ഞെടുക്കൂല. അപ്പൊ സഭായോഗത്തിൽ ആരാധനയെ സംബന്ധിച്ച് ഇവന് അന്യഭാഷ പറഞ്ഞു എന്ന് പാസ്റ്റർക്ക് ബോധ്യമാകണ്ടേ, എങ്കിൽ മാത്രമല്ലേ പ്രതിപുരുഷനായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ ഒരുത്ത അന്യഭാഷ പറയാത്തവരും തിരഞ്ഞെടുത്താൽ പാസ്റ്റർ പറയാൻ അവൻ അഭിഷേകം പ്രാപിക്കാത്തവരും തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്ന് പറയും. പാസ്റ്ററിൽ നിന്നും ആത്മാർത്ഥമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, ആ മാർഗം പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവവേല ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ IPC സഭയിൽ എത്തുന്നതിനോട് പാസ്റ്റർ ഇപ്പോൾ യോജിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഞാൻ യോജിക്കുന്നില്ല. അതിൻ്റെ കാരണം അവൻ്റെ ജീവിതം പാടാം. കാരണം ഇതിനകത്ത് സീനിയോറിറ്റിയുള്ള ദൈവദാസന്മാരെ പോലെ IPCയുടെ ഭരണഘടനയും അതിൻ്റെ പ്രവർത്തന ശൈലിയും വരുന്നവനും മനസ്സിലാവണമെങ്കിൽ 20 കൊല്ലമെങ്കിലും കഴിയും. ആ 20 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള ഇവന്മാർ ഇവനെ പൂശി നശിപ്പിച്ച് നാരായണപ്പല്ലി വിളിച്ചു. ഇതെൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ IPCയിൽ വന്ന് പാസ്സായതിനു ശേഷം ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ബൈബിളല്ല പഠിക്കേണ്ടത്, IPCയുടെ ഭരണഘടനയാണ് പഠിക്കേണ്ടത്. IPCയുടെ ഭരണഘടന പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പം എനിക്ക് ഏൽക്കേണ്ടി വന്ന ഉപദ്രവം എന്ന് പറഞ്ഞാൽ 4 പിള്ളേർ, ഞാനും ഭാര്യ, 6 കുടുംബങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞ് ഞങ്ങളെ സഹായിച്ച ഒരു പാസ്റ്ററോ ഒരു വിശ്വാസോ ഈ പെന്തക്കോസ്ത് വള്ളത്തിലില്ല. താങ്കൾ പറഞ്ഞതനുസരിച്ച് സഭയിലെ നല്ലൊരു വിഭാഗം പാസ്റ്റർമാരും ഇന്ന് സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. പലരും കോടീശ്വരന്മാരായി. താങ്കൾ ഇതുവരെ എന്തുണ്ടാക്കി? എനിക്ക് ഇതുവരെ ഞാൻ ഈ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫലമായി 1 രൂപ സമ്പാദിച്ചു എന്ന് തെളിയിച്ചാൽ അവന് 1 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് കൊടുക്കാം. 1 രൂപ സമ്പാദിച്ചാൽ. കാരണം എൻ്റെ കയ്യിൽ കിട്ടുന്ന പണം അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടേ ഉള്ളൂ. ഞാനൊരിക്കലും എൻ്റെ പോക്കറ്റിട്ട് സുഖമായിട്ട് എന്ത് ചെയ്താൽ ജീവിച്ചിട്ടില്ല. അതേറെ പണം തന്നിട്ടുണ്ട്, സഹായിച്ചിട്ട് അതെല്ലാം സുവിശേഷ വേലയ്ക്ക് കൺവെൻഷനായിട്ട് മീറ്റിങ്ങിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളൂ. സ്വന്തം ആയുസിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ വന്ന ഒരു പാസ്റ്ററാണ് പാസ്റ്റർ സണ്ണി കുര്യൻ. ഒരു ബൈബിളുമായിട്ട് കോട്ടയത്തു നിന്ന് വന്നതാണ്. ഇപ്പോൾ അത് 10-30 കൊല്ലമായപ്പോൾ 2 കോടിയുടെ 2 വീട് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 50 ലക്ഷത്തിന് മേലെ കാറേൽ അയാൾ നടക്കുന്നത്. കോടികളേക്ക് ബാങ്കിൽ ഉണ്ട്.
ഇന്നും ആ നാട്ടിൽ കല്യാണം നടന്ന അയാളാണ്, ശവാടക്ക് നടന്ന അയാളാണ്, കൺവെൻഷൻ പ്രസംഗിക്കുന്ന അയാൾ. മറ്റൊരാളവിടെ പ്രസംഗിക്കാനോ കയറാനോ അയാൾ സമ്മതിക്കില്ല. ആ നിലയിൽ അവരുടെ സീനിയോറിറ്റിയും IPCയുടെ നേതൃത്വമുള്ള ആ സ്വാധീനം ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇനൊരാൾ പെന്തക്കോസുകാരനായി വന്ന് പാസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ അവനതിൽ നിന്ന് നശിക്കാന്നല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടാവും. കോടീശ്വരന്മാരായ ദ്രവ്യദാസന്മാർ കാശുണ്ടാക്കിയതിന് അവർ ന്യായമായി പറയുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നല്ലേ? അത് സത്യമാണോ? ദൈവം കൊടുക്കുന്നതാണോ ഇതെല്ലാം? അത് അവരുടേതായ തന്ത്രങ്ങളും കഴിവുകളും ഉപയോഗിച്ച് അവർ വ്യാജമാർഗത്തെ നേടിയെടുത്തു എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഭകളിലേക്ക് നിയമനത്തിൽ കൂടി മറ്റു നിലയിൽ കൂടി ഒക്കെ അവർ നേടിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ സഭയിലെ പാസ്റ്റർമാർക്ക് പ്രതിമാസം ശരാശരി എത്ര രൂപയുടെ വരുമാനം കിട്ടും? അത് വരുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് പറയാമോ? സെൻട്രൽ പാസ്റ്റർ ഒരു 40-50 സഭയുള്ള പാസ്റ്റർ, 50 പാസ്റ്റർമാരും ഏറ്റവും കുറഞ്ഞത് 1000 രൂപയും അല്ലെങ്കിൽ 2000-ന് മേലെ ദശാംശമായിട്ട് ഈ പാസ്റ്റർ കൊടുക്കണം. അപ്പോൾ അവൻ ഏതാണ്ട് ഒരു 75,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ എല്ലാ മാസവും കിട്ടും. എല്ലാ പ്രാവശ്യവും സ്ഥലമാറ്റത്തിന് ഈ നല്ല സഭ ലഭിക്കണമെങ്കിൽ ഇവനൊരു എമൗണ്ട് കൊടുക്കും. ഒരു 50 പേരുള്ള സഭയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഇവന് കൊടുത്തിരിക്കണം. പിന്നീട് അവൻ്റെ ആ 3 വർഷക്കാലത്തിൽ പല പ്രാവശ്യം ഇതിനെ മീറ്റിങ്ങിന് ക്ഷണിച്ച് അവസരം കൊടുക്കുകയും അതിൻ്റേതായ നിലയിൽ കവർ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അവന് 5 ലക്ഷത്തിൻ്റെ മേലെ വേറെ നല്ലൊരു തുകയും വരും. എങ്കിൽ മാത്രമേ ഈ 3 വർഷം കഴിയുമ്പോൾ ഇവനെ മാറി വേറെ നല്ല സഭ ഇവന് കിട്ടുകയുള്ളൂ, അവനെ കാണുന്നവരെ കണ്ടില്ലെങ്കിൽ. അപ്പം അങ്ങനെ ഒരു വരുമാനം ഇവനുണ്ട്. അപ്പം കൺവെൻഷനൊരു വരുമാനം, ശവാടക്കിനൊരു വരുമാനം, പിന്നെ പെരകേറി കൂടൽ, എന്തെല്ലാം വന്നാലും ഇവനാണ് അതിൻ്റെ മേലാള്. ഈ സെൻറ്റർ എന്ന് പറയുന്ന ഈ പാസ്റ്ററെ കവർ ചെയ്യുന്ന ഒരു ശുശ്രൂഷ സെൻറ്ററിൽ വരാൻ അവൻ സമ്മതിക്കുകയില്ല. ഒരു മന്ദബുദ്ധികളായ ആൾക്കാരെയാണ് സഭയിലേക്ക് വിട്ടുകൊടുക്കുന്നത്. സഭക്കാരുടെ ധാരണ ഇവൻ നല്ല പാസ്റ്ററാണ്, കാരണം ഇവൻ 2 ചൂട പാല, കവടല പാല, ശമ്പട പാല എന്ന് പറയുമ്പോൾ അന്യഭാഷയാണ് ഈ പാവങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതനുസരിച്ച് അവർ കൊണ്ടു നടക്കുന്നു. അപ്പോൾ പിന്നെ വേറൊന്നുണ്ട് സാറേ, ഈ ബുദ്ധിയും കഴിവുള്ള ഒരാളാണെങ്കിൽ അവൻ പെന്തക്കോസിൽ വരില്ലല്ലോ എന്നാണ് ഇവർ കണക്കൂട്ടുന്നത്. ഇനി ബുദ്ധിയും കഴിവുള്ള ഒരാൾ ഇവരെ അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ പെന്തക്കോസിൽ നിന്ന് കളയാനും ഇവർക്കറിയാം. അതുപോലെ ഇന്ന് പെന്തക്കോസ് സഭകളിലേക്ക് വരുന്നത് എത്രക്കാരാണ്? അവരുടെ അവസ്ഥ ഇന്ന് എന്താണ്? അവർ വരുന്ന പറഞ്ഞു ഇവരുടെ ഈ പാട്ട്, ആ പ്രസംഗം, അതായത് ബൈബിളിൽ നല്ല നല്ല ആശയങ്ങൾ എടുത്തു പറയുമ്പോൾ ഒരു ആത്മീയ സന്തോഷം തോന്നി ആണ് ഇതിനോടൊരു താല്പര്യം വരുന്നത്. താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വീടുകൾ സന്ദർശിക്കുക. ആ വീടുകൾ സന്ദർശിക്കുന്നപ്പോൾ അവരുടെ ആ സ്നേഹവും സമീപന രീതി, ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ സുനിൽ മാത്യു എന്ന് ഞാൻ വിളിക്കുമ്പോൾ അവർ വിളിക്കുന്നത് സുനിൽ മാത്യു കുട്ടിച്ചായോ എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ നിലയിൽ വരുമ്പോൾ എന്നോട് തോമസ് മോൻ എന്നെ സുനിൽ മാത്യു എന്ന് വിളിച്ചു, സുനിൽ മാത്യു കുട്ടിച്ചായോ എന്ന് വിളിച്ചപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യ അകത്ത് കയറി അന്നമ്മക്കുട്ടി ആൻറ്റിയേ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ ആ സ്നേഹബന്ധത്തിൽ കൂടി ഇവരെ ചതിച്ച് കൊണ്ടുപോയതിനകത്താക്കും. അവരുദ്ദേശിക്കുന്ന കറവ വരുമാനം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇവൻ കൈവിട്ട് കളയും. അപ്പം ചെന്ന് പെട്ടുപോയാൽ പിന്നെ നാണം കേടല്ലേ. അങ്ങനെയാണ് വർക്കകത്താൻ പറ്റുന്നത്. ഏതാണ്ട് അടിവിലിൽ വീണ പെരിച്ചാഴിയുടെ അവസ്ഥയാണോ ഇന്ന് അവർക്ക്? ഏതാണ്ട് ഒരുവിധം മാന്യമായി ജീവിക്കുന്ന കുടുംബസ്ഥർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ പാസ്റ്റർ പറഞ്ഞിരുന്നു താങ്കൾ നല്ലൊരു കർഷകനായിരുന്നു എന്ന്. 42 വർഷം പിന്നോട്ട് നോക്കുമ്പോൾ കുറച്ച് വാഴയൊക്കെ വെച്ച് 10 മൂട് കപ്പയൊക്കെ ഇട്ട് ആ കൃഷിപ്പണി തന്നെ മതിയായിരുന്നു എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് വളരെ മെച്ചമായിരുന്നു, സന്തോഷമായിരുന്നു. കാരണം ആ നിലയായിരുന്നു നല്ലത്. അത് ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഈ സഭാശ്രൂഷയിൽ നിന്ന് ശുചീകരണം കിട്ടുന്നതിനേക്കാൾ അധ്വാനിച്ച പണം പോക്കറ്റിൽ വരുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്, അതിനൊരു സന്തോഷമുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ വേറെ ഒരു മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നു എന്നുള്ളത് എൻ്റെ സഭയിലും പറയാറുണ്ട്. ഒരു ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നു എങ്കിൽ ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ നിങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പ്രായാധിക്യം കൊണ്ട് ഞാനിപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, നിങ്ങളെന്നും വാങ്ങിക്കുന്നു എന്ന് ഞാൻ പറയും. കാരണം സത്യത്തിൽ നമ്മൾ ജോലി ചെയ്ത് പൗലോസിലേ പറഞ്ഞു, കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നത് കർത്താവായ യേശു താൻ പറഞ്ഞ വചനം ഞാൻ ഓർത്തു. അതുകൊണ്ട് സ്വന്തം കൈ കൊണ്ട് ഞാൻ അധ്വാനിച്ചു. അങ്ങനെ അധ്വാനിച്ച് വേല ചെയ്ത് ശുശ്രൂഷ വേല ചെയ്യുന്നതായിരുന്നു നല്ലത്. അതിനിപ്പോൾ IPC പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ താങ്കൾക്ക് ഇന്ന് ഇപ്രകാരം ഒരു ചിന്തയുണ്ടാകുവാൻ തക്ക ഒരു കാരണം കാണുമല്ലോ. IPC സഭയുടെ നിലവിലെ അവസ്ഥ എന്താണ്? ഇതൊരു കുടുംബ കച്ചവടമാണോ? ഇവിടെ നിലവിലെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഉള്ള ആദിമകാലത്ത് വന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ IPCക്കാരെന്ന് അങ്ങനെ ഒരു സഭയായി പോയില്ലേ. പിന്നെ ഇടകാലത്ത് വന്ന ആൾക്കാർ ഇപ്പോൾ അവരെന്ത് ചെയ്യും? പിന്മാറി പോകാനോ അല്ലെങ്കിൽ നിൽക്കാനോ പറ്റാത്ത നിലയിൽ വളരെ വേദനയോടുകൂടി ഇതിനകത്ത് നിൽക്കുന്ന. കാരണം ഇപ്പോൾ നടക്കുന്ന അടിപിടി, കേസ്, ആക്രമണം എല്ലാം കണ്ടു കഴിയുമ്പോൾ
അത് സഹിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർ നിൽക്കുക അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവർ നിൽക്കുന്നു. അല്ല സാറേ, ഈ അധലോക സംഘത്തിലേക്ക് വരുന്ന ഒരുവനെ കണ്ട് ആദ്യം തന്നെ പോലീസുകാരെ തെറ്റിക്കും. അപ്പൊ പിന്നെ അവൻ വീണ്ടും നല്ലവനാകാൻ ഒക്കൂലല്ലോ. അപ്പൊ അധലോകത്തിന് വീണ് നിൽക്കുകയല്ലേ. ഇതുപോലെ നമ്മൾ ഏത് സമുദായത്തിൽ നിന്നോ ആ സമുദായക്കാരുടെ കുറ്റം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോണേ എങ്ങനെ? കഴിഞ്ഞ 42 കൊല്ലം IPC സഭയിൽ ശുശ്രൂഷകനായും പാസ്റ്ററായും തുടരുന്ന പാസ്റ്റർ KV തോമസുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും പേര് പറഞ്ഞ് ഒരു കൂട്ടം ആത്മീയ കുർവാ സംഘങ്ങൾ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറം ഒരു ആത്മീയതയും ഇന്നിതിൽ ഇല്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പാസ്റ്റർ KV തോമസുമായുള്ള അഭിമുഖത്തിൻ്റെ 2ാം ഭാഗം നാളെ മറക്കാതെ കാണുക. അതുപോലെ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. പ്രായമായ ഈ പാസ്റ്ററെ ദ്രവ്യദാസന്മാർ വിളിച്ച് ദയവായി മറുഭാഷകൾ പറയരുത്. മാന്യമായ ഭാഷയല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് നാളെ സംപ്രേഷണം ചെയ്യേണ്ടി വരുമ്പോൾ ബീപ്പടിക്കേണ്ടതായി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ നാളെ കാണാം. ഗുഡ് ബൈ.